സാറേ, പ്രിയങ്ക മരിച്ചുപോയതിന്റെ പേരിലല്ലേ സാറിന്റെ സസ്പെൻഷനും എന്റെ അച്ഛന്റെ ജയിൽവാസവും? പക്ഷേ ഈ മരിച്ചുപോയ പ്രിയങ്ക ഒരു ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു വന്നാലും ഈ ദുസ്വപ്നങ്ങളൊക്കെ ആവശ്യത്തിന് ഞാൻ കാണുന്നുണ്ട്. നിനക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 അടിക്ക്, എന്നിട്ട് എവിടെയെങ്കിലും പോയി ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങ്. ഓ, പ്രിയങ്ക ജീവിച്ചിരിക്കുന്നുണ്ട് സാറേ. പ്രിയങ്ക ഒരു നാടോടികളുടെ കൂട്ടത്തിലുണ്ട്. ഓ, ആ കഥ അങ്ങോട്ടും എത്തിയോ? എന്റെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരന് ഈ സംശയം തോന്നിയതാ. ഞാൻ ആ നാടോടികളുടെ അടുത്തെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അതൊക്കെ ചുമ്മാതാ. എന്നാ അത് വെറുതെ അല്ല സാറേ, അവൾ അവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അവരുടെ കുടിലുകളിലേക്ക് ഇടിച്ചു കയറി അവളെ പൊക്കാനായിട്ട് ഞങ്ങൾ ചെന്നതാ. പക്ഷെ അവര് ഞങ്ങളെ തല്ലി ഓടിച്ചു. സാറൊന്ന് കൂടെ നിൽക്കാമെങ്കിൽ നമ്മുടെ ഫോഴ്സ് അല്പം കൂട്ടാന്ന് കരുതി. സാറേ, ഞാൻ ഉറപ്പ് പറയുന്നു, പ്രിയങ്കയെ അതിനകത്ത് നമ്മൾ കണ്ടെത്തും. അതുവഴി അച്ഛൻ പുറത്തിറങ്ങും. സാറ് സർവീസിനകത്ത് കയറുകയും ചെയ്യും. എനിക്ക് ഊഹക്കണക്ക് വെച്ച് പൊരുതാൻ വയ്യ. ഇത് ഊഹക്കണക്കല്ല സാറേ. സാറ് വേണമെങ്കിൽ എഴുതി വെച്ചോ. 100% ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. പ്രിയങ്ക അവരുടെ കൂടെ തന്നെയുണ്ട്. സാറേ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ, ഒരു ശ്രമം നടത്തിക്കൂടെ? വിജയിച്ച എല്ലാരും ഒന്നിച്ച് വിജയിക്കില്ലേ? ആ നാടോടികളുടെ പെരുമാറ്റം കണ്ട കൃത്യമായിട്ട് അറിയാം സാറേ, അവളെ അവർ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. സാർ എനിക്കൊരു ചാൻസ് കൂടി താ. എന്തൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയാണോ നമ്മൾ അവളെ ഇല്ലാതാക്കാൻ നോക്കിയത്, അതൊക്കെ നമുക്ക് സാധിക്കണം സാർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ പുറത്ത് വന്നേ പറ്റൂ. പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പോകാം. അവന്മാർ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും സഹോദരനെ അടിച്ച് നിരത്താം. നീ പറഞ്ഞതുപോലെ പ്രിയങ്ക ജീവനോട് അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അവളെ കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് കോടതിയുടെ മുമ്പ് നിർത്തും. ഓക്കെ സാർ, അപ്പോ നമുക്ക് ഒരുമിച്ചൊന്ന് മൂവ് ചെയ്യാം. ഇത് വിജയിച്ചിരിക്കും സാർ. കണിമംഗലം ചന്ദ്രശേഖരന് വേണ്ടി മകൻ തരുന്ന വാക്ക്. എന്തിനമ്മ വേണ്ട ഒരു ബഹളത്തിന്? ഒരു ബഹളവും ഉണ്ടാവില്ല. അവര് രണ്ടുപേരും അല്ലാതെ ഈ തീരുമാനത്തെ വേറെ ആരും എതിർക്കില്ല. വാങ്ങിക്കും മോളെ. ദാ. അമ്മയ്ക്ക് നിന്നെ വിശ്വാസം. അതേ മോളെ, ഈ കുടുംബം നിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. എനിക്കതിൽ ഒരു അത്ഭുതവും ഇല്ല. കുടുംബകാര്യങ്ങൾ ഏറ്റെടുക്കാൻ തനിക്ക് പൂർണ്ണ യോഗ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാ അമ്മ അങ്ങനെ ചെയ്തത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, അമ്മ സമ്മതിക്കണ്ടേ? അതൊന്നും വേണ്ടോ. ഇത് തന്റെ കയ്യിലിരിക്കട്ടെ. വലിയ വലിയ പദവികൾ നമ്മളെ തേടിയെത്തുന്നത് ഒരു രസമുള്ള കാര്യമല്ലേ? പക്ഷേ രസിക്കാത്ത ചിലരുണ്ടല്ലോ, അവരെ ഓർക്കുമ്പോ നല്ല പേടി തോന്നുന്നുണ്ട്. അവരോട് താൻ പോവാൻ പറ. എന്തായാലും കുടുംബനാഥ ഇങ്ങോട്ട് നീങ്ങി നിന്നേ, ഞാനൊന്ന് കാണട്ടെ.
കണിമംഗലം കുടുംബത്തിന്റെ മൊത്തം ഭാരം ചുമക്കുന്ന ഒരാൾക്ക് ഇത്രയും ഗൗരവം പോരാ. ആ, ഇത്ര ഗൗരവം മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടി ആവാം. ആവാം. ആ, വരുൺ, ഈ നേരത്തെ എവിടെയാ പോകുന്നേ? ഇന്നലെയും പോകുന്ന കണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയാണോ തന്നിഷ്ടത്തിന് നടക്കുന്നേ? ആ, താൻ കൊള്ളാലോടോ. അതെ, നമുക്കൊരു 2-3 മക്കളൊക്കെ ആയി കഴിഞ്ഞാലേ ആ പിള്ളേരെ താൻ വരട്ടി കൊല്ലുമല്ലോ. അയ്യോ വേണ്ടേ, നമുക്ക് അങ്ങനത്തെ ഗൗരവം ഒന്നും വേണ്ട. നമ്മൾ ചെറിയ ആളുകളല്ലേ. ആഹാ, അങ്ങനെ ചെറിയ ആളായി അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കി കുടുംബിനിയായിട്ട് കഴിഞ്ഞുകൂടിയാൽ മാത്രം പോരാ. പിന്നെ തന്നെ ഈ ലോകം അറിയണം. ആ? ഈ ലോകം മുഴുവൻ ആരാധിക്കണം. എങ്ങനെ? അല്ല, എന്താ ഇപ്പൊ അങ്ങനെ സംഭവിച്ചാല്? ആ? എടോ, നാളെ താൻ ശ്യാമാ മേഡത്തിനെ പോലെ ലോകം മുഴുവൻ അറിയുന്ന ഒരു പാട്ടുകാരിയാവില്ലെന്ന് ആര് കണ്ടു? തനിക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ. ഇനി അതൊന്ന് തെളിച്ചെടുത്താ പോരെ? പിന്നെ നോക്ക്, താൻ നോക്കിക്കോ. തനിക്ക് സകല പിന്തുണയും തന്ന് ശ്യാമാ മേഡത്തിനെ പോലെ ഒരു പൊസിഷനിൽ തന്നെ ഞാൻ എത്തിക്കും. എന്തിനാ ഈ ശ്യാമ മാഡത്തിനെ പോലെ എന്ന് പറയുന്നേ? അതോ, തന്നെ കുറിച്ച് ആളുകൾ എന്തൊക്കെയാ പറയുന്നേ? തന്നെ കാണാൻ ശ്യാമാ മേഡത്തിനെ പോലെ ഉണ്ട്. താൻ പാടിക്കഴിഞ്ഞപ്പോ പറഞ്ഞതോ ശ്യാമാ മേഡത്തിന്റെ അതേ സ്വരം, അതേ ഫെയിം. പിന്നെ അത് മാത്രമല്ല, താൻ ശ്യാമാ മേഡത്തിന്റെ ഡൈഹാർഡ് ഫാനല്ലേ? എന്നുവെച്ചാ? എടോ, നമ്മൾ ഒരാളെ ഭ്രാന്തമായിട്ട് ആരാധിക്കില്ലേ? അയാൾക്ക് വേണ്ടി വേണമെങ്കിൽ ചത്തുകളയാന്നൊക്കെ തീരുമാനിക്കില്ലേ?